നമുക്ക് നല്ലൊരു ദിണ്ടിഗൽ ബിരിയാണി കഴിച്ചാലോ? യാത്രക്കിടയിൽ ദിണ്ടിഗൽ വഴി ഒന്ന് പാസ് ചെയ്തു. അപ്പം ഞാൻ കാറിൽ അനൗൺസ് ചെയ്തു, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ദിണ്ടിഗൽ ബിരിയാണിയാണ് കഴിക്കുന്നത്. എല്ലാ അനുസരണമുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഒരു ചേട്ടനടുത്ത് ചോദിച്ചു, ചേട്ടാ ഇവിടെ ഏറ്റവും നല്ല ബിരിയാണി അവിടെ കിട്ടുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ശിവ ബിരിയാണി ആൻഡ് വേണു ബിരിയാണി. ഞങ്ങൾ വേണു ബിരിയാണിലോട്ട് വന്നു. ഇവിടെ മട്ടൻ ബിരിയാണി മാത്രമേ ഉള്ളൂ, ചിക്കനോ ബീഫോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ അവർ കൊണ്ടുതരും നമുക്ക് മട്ടൻ ഗോളയാണ്. ഞങ്ങൾ വിചാരിച്ചു വെറുതെ കൊണ്ടുവന്നപ്പോൾ ഫ്രീ ആയിരിക്കുന്നു, പക്ഷെ അല്ല, 35 റുപ്യ ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണം വെച്ച് എല്ലാവരും കഴിച്ചു. അയ്യന്തരതായി പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി കൊണ്ടുവരും. ബിരിയാണി ഹാഫും ക്വാർട്ടറുമാണ് കിട്ടുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്വാർട്ടർ മതി, പക്ഷെ ഞങ്ങൾ അറിയാണ്ട് ഹാഫ് പറഞ്ഞു പോയി അടുത്ത ഓർമ്മയിൽ. അതാണെങ്കിൽ മുഴുവൻ കഴിക്കാനും പറ്റില്ല. അപ്പോൾ പോലത്തെ ബിരിയാണി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നല്ല സാലഡും ഒരു മഞ്ഞക്കറിയും പിന്നെ ഈ മട്ടൻ കോളയും ഉണ്ടാവും. ഇതെല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഭയങ്കര ഹൈപ്പിലുള്ള ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. നല്ല ഫ്ലേവറും നല്ല മണമൊക്കെ ആയിട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഒരു 300 സംതിങ് ഉണ്ട് ഒരു ബിരിയാണിക്ക്. അതങ്ങോട്ട് വന്നപ്പോൾ വീട്ടുകാർക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിട്ടോ. എന്താണെങ്കിലും നോക്കാം. അത്ര വെറുത്തിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. പക്ഷെ അമ്മയൊക്കെ പറഞ്ഞത് ഭയങ്കര വിലയാണല്ലോ, ആ മറ്റേ മട്ടൻ്റെ ഉണ്ടയ്ക്ക് വരെ 30 എത്ര രൂപ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ബില്ല് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നാട്ടിൽ വന്നു, അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചു ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും. ബാക്കി അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ബില്ലൊക്കെ വന്ന് കണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് കാറ് കയറി കഴിഞ്ഞാൽ ബാക്കി ചീത്തയാക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും കേട്ടിട്ട് വരാം.